السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ സലഫികളാണ് എന്ന് സ്വയം അഭിമാനത്തോടെ പറയുന്നവരും സലഫി ദഅ്വ മേഖലയിൽ കഴിവനുസരിച്ച് ഇടപെടുന്ന ആളുകളുമൊക്കെ തന്നെയാണ്. എന്നാൽ സലഫികളാണ് എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും സലഫികളാകണം എന്നില്ല. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അത്തരം മാർഗഭ്രംശങ്ങളെ തിരിച്ചറിയുവാനും ശരിയായ സലഫി ദഅ്വത്ത് എന്താണ് എന്ന് അറിയാനും പഠിക്കാനുമുള്ള ഒരവസരമാണ് ഈ ഒരു ദൗറയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യയിൽ ജീവിച്ച് അടുത്ത കാലത്തായി വഫാത്തായി പോയ ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു ബുർജിസ് ആലു അബ്ദില്ല എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അടക്കമുള്ള പണ്ഡിതന്മാരുടെ ശിഷ്യനായി പഠിച്ചു വളർന്നു വന്ന് വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ രചിച്ച് ദഅ്വ രംഗത്ത് വേറിട്ട സംഭാവനകൾ ചെയ്ത് 38-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഒരു മഹാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ജീവിക്കാൻ അവസരം ലഭിക്കാത്തതിനാൽ വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ ഗണത്തിലേക്ക് എത്തിപ്പെടാൻ സാഹചര്യമുണ്ടായില്ല. എന്നാൽ ജീവിച്ച ആ ഒരു കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ധാരാളം ശേഷിപ്പുകൾ ബാക്കിയാക്കി ലോകത്ത് ഇന്നും സ്വീകാര്യോഗ്യമായ ഗ്രന്ഥങ്ങൾ രചിച്ച് അദ്ദേഹം ഈ ലോകത്തുനിന്ന് യാത്രയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ എല്ലാ അമലുകളെയും കബൂലാക്കുമാറാവട്ടെ. സൗദി അറേബ്യയിലെ റിയാദിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. പഠിച്ചതും റിയാദിലെ ജാമിഅത്തുൽ ഇമാമിലാണ് അദ്ദേഹം പഠിച്ചത്. ചെറിയ പ്രായം മുതൽ തന്നെ പഠന മേഖലയിൽ വലിയ നൈപുണ്യം കാണിച്ചിരുന്ന ആളാണ് ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു ബുർജിസ് എന്നറിയപ്പെടുന്ന പണ്ഡിതൻ. ചെറിയ പ്രായം മുതൽ തന്നെ പഠനത്തിൽ വലിയ മികവ് കാണിക്കുകയും ഉസ്താദുമാരും സഹപാഠികളുമൊക്കെ അത് പ്രത്യേകമായി തിരിച്ചറിയുകയും അങ്ങനെ ആ പ്രായത്തിൽ തന്നെ ഹദീസ്, ഉസൂൽ ഹദീസ്, ഫിഖ്ഹ്, ഉസൂൽ ഫിഖ്ഹ്, തഫ്സീർ, അഖീദ, അറബി ഭാഷ, നഹ്വ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രാവീണ്യം അദ്ദേഹം നേടുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ
ഹിഫ്ലാക്കി എന്ന് പറയേണ്ടതില്ല. അതിന് പുറമെ ഹദീസുകൾ കാണാതെ പഠിച്ചു. പല കിതാബുകളും അദ്ദേഹം കാണാതെ പഠിച്ചു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. ബുലൂഗ് മറാം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം ഹിഫ്ലായിരുന്നുവെന്നാണ്. അൽഫിയ, അതുപോലെ ഇമാം ഹജ്ജാബിയുടെ സാദുൽ മുസ്തഖ്നി തുടങ്ങിയ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഹൃദിസ്ഥമാക്കി. അതുപോലെ ഫിഖ്ഹിൻ്റെ മേഖലയിൽ PhD കരസ്ഥമാക്കി, ഗ്രന്ഥങ്ങൾ എഴുതി, പ്രഭാഷണങ്ങൾ നടത്തി, ദഅ്വ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്ത് 38-ാമത്തെ വയസ്സിൽ അൽ-ഹസയിൽ നിന്ന് റിയാദിലേക്കുള്ള യാത്രാമധ്യേ റോഡ് ക്രോസ് ചെയ്ത ഒരു ഒട്ടകത്തിന് വാഹനമിടിച്ച് ആ അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടാറുള്ളത് ലൗ ആശ ലകാന ആയത്തൻ എന്നാണ്. അദ്ദേഹം എങ്ങാനും കുറച്ചധികം കാലം ജീവിക്കാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ലകാന ആയത്തൻ, ഒരു വലിയ അത്ഭുതമാകുമായിരുന്നു. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായി ഇന്നത്തെ അറിയപ്പെടുന്ന സലഫി ലോകത്തെ ഉലമാക്കളെ പോലെ ഒരു വലിയ ആലിമായി മാറാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. പക്ഷേ ആയുസ് കിട്ടിയില്ല. അതിന് മുമ്പേ അദ്ദേഹം വഫാത്തായി. നമുക്ക് ഒരുപാട് പാഠം അദ്ദേഹത്തിലൊക്കെ ഉണ്ട്. ദീന് പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കുന്നതിൽ, മക്കളെ ആലിമീങ്ങളാക്കി മാറ്റുന്നതിലൊക്കെ ഒരു വലിയ മാതൃക ഉള്ളവരാണ് അദ്ദേഹമൊക്കെ. ഈ കിതാബ് എന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ കിതാബായി എഴുതിയതല്ല. അദ്ദേഹം ഒരു ദർസായി എടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണം പിന്നീട് അതിൻ്റെ റെക്കോർഡ്, അതിൻ്റെ കാസറ്റിൽ നിന്നെടുത്ത് ശിഷ്യന്മാർ അത് കിതാബാക്കി ലോകത്തേക്ക് മൊത്തം ഉപകാരപ്പെടുന്ന വിധം അത് പിന്നീട് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹ് ഇവിടെ ഇന്ത്യയിൽ, കേരളത്തിൽ നമ്മുടെ ഈ ഒരു ഇരുത്തത്തിലും ഈ കിതാബ് നമ്മൾ ഇവിടെ ചർച്ചയാക്കുന്നു എന്നുള്ളത് അബ്ബ് നൽകിയ ഒരു കബൂലിയത്താണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഇൽമിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. സലഫി ദഅ്വത്ത് മറ്റുള്ള ദഅ്വത്ത് എന്ന് വേറിടുന്ന, സലഫി ദഅ്വത്തിനെ വ്യതിരിക്തമാക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് അദ്ദേഹം ഈ കിതാബിൽ പരിചയപ്പെടുത്തുന്നത്. 10 ഖാഇദകൾ, 10 അടിസ്ഥാന തത്വങ്ങളാണ് അദ്ദേഹം ഇതിൽ പഠിപ്പിക്കുന്നത്. ഉസൂലു ദഅ്വ അസ്സലഫിയ്യ, സലഫി ദഅ്വത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹത്തിന് അന്നത്തെ ആ പ്രഭാഷണം അദ്ദേഹം നിർവഹിച്ചത്. ഏറ്റവും സംക്ഷിപ്തമായി 10 അസുലുകൾ, 10 ഖാഇദകൾ, അതിലാണ് സലഫി ദഅ്വ സ്ഥാപിതമായിരിക്കുന്നത്. ഏതിനുമുണ്ട് ഖാഇദകൾ. ഹദീസിൽ ചില ഖാഇദകളുണ്ട്. ഒരു ഹദീസ് എങ്ങനെ വിശദീകരിക്കണം, ഒരു ഹദീസ് എങ്ങനെ അർത്ഥം വെക്കണം, ഒരു ഹദീസിന് എങ്ങനെ നിയമങ്ങൾ കണ്ടെത്തണം, അതിന് ഖാഇദകളുണ്ട്. ഫഹ്മുസ്സുന്ന എന്ന പേരിൽ കൈഫിയത്തു ഫഹ്മിസ്സുന്ന, സുന്നത്ത് എങ്ങനെ ഗ്രഹിക്കണം എന്നതിന് ഏതാണ്ട് 10-30ഓളം ഖാഇദകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഫിഖ്ഹിന് ഖാഇദയുണ്ട്, അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന പേരിൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ഏതാണ്ട് 10-25-30ഓളം ഖാഇദകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ബേസിക്കായി 5 ഖാഇദ അല്ലെങ്കിൽ 6 ഖാഇദ ആ രംഗത്തവർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മളെ പാണക്കാട് ക്യാമ്പസിൽ അസറിന് ശേഷം ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന ക്ലാസ്സാണ് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ളയുടെ ഖവാഇദുൽ ഫിഖ്ഹിയ്യയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബൈത്തുകളുണ്ട്. ആ ബൈത്തിന് അദ്ദേഹം തന്നെ എഴുതിയ ശറഹുമുണ്ട്. ആ കിതാബ് അടിസ്ഥാനമാക്കിയാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. എല്ലാം റെക്കോർഡുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീടും റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ചാനലിൽ അത് ലഭ്യമാണ്. നിങ്ങൾക്കത് പിന്നീടും കേട്ടു പഠിക്കാൻ കഴിയും. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാത്തിനും ഉണ്ട് ഖാഇദകൾ. ഖവാഇദ് തഫ്സീർ, വിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ഖാഇദകൾ, അടിസ്ഥാന നിയമങ്ങളുണ്ട്. എന്നതുപോലെ ദഅ്വത്തിനുമുണ്ട് ചില അടിസ്ഥാനങ്ങൾ. ഇതാണ് ഓഫാക്കിയോ, വല്ലാതെ ശബ്ദം നടക്കുന്നുണ്ട്. സലഫി ദഅ്വത്തിനുമുണ്ട് ചില അടിസ്ഥാനങ്ങൾ. ആ അടിസ്ഥാനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ദഅ്വത്താകുമ്പോഴാണ് അത് ശരിയായ ദഅ്വത്തായി സ്വീകരിക്കപ്പെടുന്നത്. കാരണം ഇവിടെ സൂഫികൾക്ക് ദഅ്വത്തുണ്ട്, അതുപോലെ അഖ്ലാനികൾക്ക് ദഅ്വത്തുണ്ട്, ഇഖ്വാനികൾക്ക് ദഅ്വത്തുണ്ട്. മറ്റു ഏതൊക്കെ സംഘങ്ങളുണ്ടോ, ഈ കുറച്ചുകൂടെ പിറകോട്ട് പോയാൽ ഷിയാക്കൾ, ഖവാരിജുകൾ, മുഅ്തസിലിയാക്കൾ അടക്കമുള്ള പിഴച്ച സംഘങ്ങൾക്കെല്ലാം ദഅ്വത്തുണ്ട്.
അവരൊക്കെ വാദം ഇതാണ് ശരിയായ ദഅവത്ത്, ഞങ്ങളുടേതാണ് ശരിയായ റൂട്ട് എന്നാണ് എല്ലാവരും അവകാശപ്പെടുക. ഞങ്ങളുടെ തെറ്റാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും അവകാശപ്പെടുക ഞങ്ങളുടെ ദഅവത്താണ് ശരി, ഞങ്ങളുടേതാണ് അഹ്ലുസുന്ന, ഞങ്ങളുടേതാണ് സലഫ് സ്വാലിഹികളുടെ മാർഗം എന്നാണ് ഏത് സംഘവും അവകാശപ്പെടുക. ആ അവകാശവാദം കൊണ്ട് മാത്രം ഒരു വിഭാഗത്തിൻ്റെയും അസുലുകൾ ശരിയാകണം എന്നില്ല. അതുകൊണ്ട് ഏതാണ് സലഫി ദഅവ എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം ഇവിടെ 10 അസ്ലുകളെ 10 ഖാഇദകളെ അടിസ്ഥാനമാക്കി അദ്ദേഹം വിശദീകരിച്ച ഒരു പ്രഭാഷണം പിന്നീട് ഗ്രന്ഥമായി മാറിയതാണ്. അതാണ് ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളിലായി എടുക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ഇത് പൂർത്തിയാകുമോ എന്നറിയില്ല, എല്ലാം വായിച്ചർത്ഥം വെക്കുകയല്ല. എന്നാലും ഈ 10 അസ്ലുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി പോകണം. വിശദീകരണം ഒരു പക്ഷേ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. എന്നാലും 10 അസ്ലുകൾ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ ദഅവത്തും റൂട്ട് മാറാതിരിക്കാൻ, എവിടെയെങ്കിലുമൊക്കെ റൂട്ട് തെറ്റുന്നുവെങ്കിൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്കത് വഴി സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്നാമത്തെ അസ്ല് അൽ അസ്ലുൽ അവ്വൽ അൽ ഇഹ്തിമാമു വൽ ഇനായത്തു ബി ത്വലബിൽ ഇൽമി ശർഈ വത്തഫഖുഹി ഫിദ്ദീൻ. അതാണ് ഒന്നാമത്തെ അസ്ല്. ശരിയായ ദീനിലേക്കാണ് ഒരാൾ ക്ഷണിക്കുന്നത് എങ്കിൽ അല്ലാഹും റസൂലും പഠിപ്പിച്ച, സ്വഹാബത്തും താബഈങ്ങളും ജീവിതത്തിൽ പാലിച്ച, സലഫ് സ്വാലിഹികൾ ദീനായി സ്വീകരിച്ച ആ ദീനിലേക്കാണ് ഒരാളുടെ ദഅവത്ത് എങ്കിൽ ആ ദഅവത്ത് നടത്താൻ അയാൾക്ക് ആദ്യമായി വേണ്ടത് ഇൽമാണ്, അറിവാണ്. അതുകൊണ്ട് സലഫികൾ ഏറ്റവും പ്രധാനമായി കേന്ദ്രീകരിക്കുക, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുക ദീന് പഠിക്കാനാണ്. അൽ ഇഹ്തിമാമു വൽ ഇനായത്തു ബിത്വലബിൽ ഇൽമി ശർഈ. ശർഈയായ ഇൽമ് തേടാനുള്ള ശ്രദ്ധയും അതിനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമവും പരിഗണനയും അതാണ് സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ അസ്ല്. മറ്റു പല സംഘങ്ങൾക്കും ദഅവത്ത് നടത്താൻ അറിവ് വേണം എന്നില്ല, ഇൽമ് വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ദഅവ സംഘമായി ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ പോലും പലപ്പോഴും അവരെ കൂട്ടത്തിൽ ആലിമീങ്ങൾ എന്ന് പറയാവുന്നവർ കാര്യമായൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ആഴത്തിൽ ദീന് പഠിച്ച, ഏറ്റവും ചുരുങ്ങിയത് അവരിലേക്ക് മടങ്ങി അവരോട് ചോദിച്ചു പഠിക്കാനെങ്കിലും പറ്റാവുന്ന പണ്ഡിതന്മാർ പോലും ഇല്ലാതെ കാണുന്നവരൊക്കെ ദഅവത്ത് എന്ന് പറഞ്ഞിറങ്ങുകയും എന്തബദ്ധം പറഞ്ഞാലും അത് അബദ്ധമാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. സലഫികൾ എപ്പോഴും ഇൽമിന് പ്രാധാന്യം നൽകും. ദഅവത്ത് വേണം, ദാഴിമാര് വേണം, എന്ന ആലിമീങ്ങൾ വേണം. ഇൽമുണ്ടാകണം, ഇൽമു പഠിക്കണം, അത് പഠിപ്പിക്കപ്പെടണം, അത് പ്രചരിപ്പിക്കപ്പെടണം. മതസ്ഥാപനങ്ങൾ ഉണ്ടാകണം, മതവിദ്യാർത്ഥികൾ ഉണ്ടാകണം. അത് സലഫികളുടെ ഒരു സവിശേഷതയാണ്. കാരണം അവർ പ്രചരിപ്പിക്കുന്നത് അല്ലാഹ് പഠിപ്പിച്ച ദീനാണ്, റസൂല് പഠിപ്പിച്ച ദീനാണ്, സ്വഹാബത്തും താബഈങ്ങളും സ്വീകരിച്ച ദീനാണ്. ആ ദീന് പഠിച്ചെങ്കിലേ ലഭിക്കുകയുള്ളൂ. അല്ല നമുക്കാർക്കും വഹിയല്ലോ, പഠിച്ചാലേ കിട്ടുള്ളൂ. അല്ല പഠിക്കാതെ അതിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അത് ദഅവത്ത് മതി എന്ന് പറഞ്ഞാൽ അത് ദഅവത്താവുകയില്ല. അപ്പൊ സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ കാര്യം അൽ ഇഹ്തിമാമു വൽ ഇനായത്തു ബിത്വലബിൽ ഇൽമി ശർഈ. ശർഈയായ ഇൽമിനുള്ള ശ്രദ്ധയാണ്, അതിനുള്ള പരിഗണനയാണ്. അദ്ദേഹം ശേഷം വിശദീകരിക്കുന്നത് മറ്റു വ്യത്യസ്തമായ സംഘങ്ങൾ മിനൽ ജമാഅത്തിൽ ഇസ്ലാമിയ അന്ന കസീറൻ മിനൽ ജമാഅത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക സംഘങ്ങൾ എന്നറിയപ്പെടുന്ന മിക്കവാറും സംഘങ്ങൾ അവരൊക്കെ മുൻഫരിതത്തുൻ അനിൽ ഇൽമി ശർഈ, ശർഈയായ ഇൽമിൽ നിന്ന് ഒഴിവായവരാണ് എന്നാണ്. മറ്റു സംഘങ്ങളൊക്കെ ശർഈയായ ഇൽമ്, ഹദീസ്, ഉസൂൽ ഹദീസ്, തഫ്സീർ, ഉസൂൽ തഫ്സീർ, ഫിഖ്ഹ്, ഉസൂൽ ഫിഖ്ഹ്, അഖീദ തുടങ്ങിയ ഈ ശർഈയായ വിജ്ഞാനങ്ങളൊന്നും പഠിക്കാൻ അവർ പലപ്പോഴും തയ്യാറാവാറില്ല. മാത്രവുമല്ല വഫീ ഹീനി അന്ന കസീറൻ മിൻ അത്ബാഇ തിൽക്കൽ ജമാഅത്തി മുൻഫരിതൂന അനിൽ ഇൽമി ശർഈ. അത്തരം ജമാഅത്തുകളുടെ സംഘങ്ങളുടെ അനുയായികൾ അവരും പലപ്പോഴും ഈ ശർഈയായ ഇൽമിൽ നിന്ന് ഒഴിവായി അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകളാണ് അത്തരം പിഴച്ച സംഘങ്ങളുടെ അനുയായികളും. അതുകൊണ്ട് തന്നെ ഫഇന്ന ദഅവത സലഫിയ്യത തുവല്ലി ത്വലബൽ ഇൽമി ശർഈ അഹമ്മിയതൻ കബീറ. അതുകൊണ്ട് സലഫി ദഅവത്ത് എന്നത്
ദീനു പഠിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് അവർ നൽകുന്നത്. ദീനു പഠിക്കുക, ശറഈയായ ഇൽമു പഠിക്കുക, അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം അതാണ് അടിസ്ഥാനം, അതിലാണ് എല്ലാം നിലകൊള്ളുന്നത്. സമൂഹമാണെങ്കിലും വ്യക്തികളാണെങ്കിലും അവരൊക്കെ ശരിയായ നിലപാടത്തിൽ നിൽക്കണമെങ്കിൽ, അവർ നേരായ നിലപാടിലേക്ക് എത്തണമെങ്കിൽ ഇൽമ് ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നബിയോട് പോലും പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത് അദ്ദേഹം തെളിവായി കൊടുക്കുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയെ ഇഅ്ലം, താങ്കൾ അറിയണം, താങ്കൾ പഠിക്കണം. ഫഅലം, നബിയെ നിങ്ങൾക്ക് ഇൽമ് വേണം, നിങ്ങൾ അറിയണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും കാര്യം അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് നബിയെ നിങ്ങൾ അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാനാണ്, പഠിക്കാനാണ് അല്ലാഹു തആല നബിയോട് പോലും ആവശ്യപ്പെടുന്നത്. അപ്പൊ നബിതങ്ങൾ ആണല്ലോ ഒന്നാമത്തെ ദാഇ. സലഫി ദഅവത്തിലെ ഒന്നാമത്തെ ദാഇ ആരാ? അല്ലാഹുവിന്റെ റസൂലാണ്. ആ റസൂലിന്റെ പിൻഗാമികളാണ് ബാക്കി എല്ലാ ദാഇമാരും. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് വിളിക്കുന്നു. അലാ ബസീറ, ബസീറത്തോടു കൂടി. അന, ഞാനും, വമൻ ഇത്തബഅനി, എന്നെ പിൻപറ്റിയവരും. അപ്പൊ ബാക്കി എല്ലാ ദാഇമാരും നബിയെ പിൻപറ്റേണ്ടവരാണ്, പിൻപറ്റുന്നവരാണ്. അപ്പൊ നബിയാണ് ഒന്നാമത്തെ ദാഇ. ആ ഒന്നാമത്തെ ദാഇയോട് അള്ളാഹുവിന്റെ കൽപ്പന ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം എന്നാണ് അള്ളാഹു തആല നൽകിയ നിർദ്ദേശം. അതുകൊണ്ട് അറിവ് പ്രധാനമാണ്. മാത്രവുമല്ല, നമ്മോടും അള്ളാഹു തആല പറഞ്ഞത് ഇൽമ് എന്നതിനെ അടിസ്ഥാനമായി സ്വീകരിക്കാൻ തന്നെയാണ്. കാരണം വഴികൾ പലതുമാണ്, സമൂഹത്തിൽ കാണുന്ന വഴികൾ പലതുമായിരിക്കും. അതിൽ നിന്ന് ശരിയായ വഴി ഒന്ന് മാത്രമാണ്. ബാക്കി വഴികളെല്ലാം ഒരു ലക്ഷ്യമില്ലാതെ, ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ മനുഷ്യനെ കബളിപ്പിക്കുന്ന വഴികളാണ് മറ്റുള്ള വഴികളൊക്കെ തന്നെയും. അല്ലാഹു തആല പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചനം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, തീർച്ചയായും ഇതാണ് എൻ്റെ മാർഗം. മുസ്തഖീമൻ, മുസ്തഖീമായ വഴി, നേരായ വഴി എൻ്റെ വഴിയാണ്. ഫത്തബിഊഹു, ആ വഴിയെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുല, മറ്റു സബീലുകളെ, മറ്റു വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അതിൽ പിൻപറ്റിയാൽ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് ഭിന്നിപ്പിച്ച് കൊണ്ടുപോകും എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ വഴികൾ പലതുമുണ്ട്. അതിൽ പിൻപറ്റാൻ പറഞ്ഞ വഴി ഒന്നാണ്. ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി. വഅന്ന ഹാദാ സിറാത്തി, ഇതാണ് എൻ്റെ വഴി. മുസ്തഖീമ, മുസ്തഖീമായ വഴി. ആ മുസ്തഖീമായ വഴിയിൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്തുക. എങ്കിൽ ആ മുസ്തഖീമായ വഴി ഏതാണ് അറിയണമെങ്കിൽ ഇൽമു വേണം. അല്ലെങ്കിൽ തെറ്റായ വഴിയിലും പ്രവേശിച്ച് അതാണ് ശരിയെന്ന് അവൻ വിചാരിച്ചു പോകും. അവിടെ ഈ സുന്നത്തിന്റെ വഴി, നബിയുടെ മാർഗം, വഅന്ന ഹാദാ സിറാത്തി, എൻ്റെ സിറാത്ത് എന്ന് പറഞ്ഞ നബിതങ്ങളുടെ സിറാത്ത്, നബിതങ്ങളുടെ വഴി, ആ വഴിയിൽ അറിയണമെങ്കിൽ അതിന് അറിവ് ആവശ്യമാണ്. ഇല്ലാ ബിൽ ഇൽമില്ലദീ യക്ഷിഫുൽ ഹഖായിഖ വയുനീറു ത്വരീഖ, ആ വഴിയിൽ വെളിച്ചം വീശുന്ന അറിവ്, ഹഖീഖത്തുകളെ ബോധ്യപ്പെടുന്ന അറിവ്, തെറ്റിനെയും അല്ലാത്തിനെയും വേർതിരിച്ചറിയാനുള്ള അവന് പര്യാപ്തമാകുന്ന അറിവ്, ആ അറിവ് പ്രധാനമാണ്. അതുകൊണ്ടാണ് വലിദാലിക ഖാല അല്ലാഹു അസ്സ വജല്ല, അതുകൊണ്ടാണ് അല്ലാഹു തആല നബിയോട് പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, നബിയെ താങ്കൾ പറയണം, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അലാ ബസീറത്തിൻ, ബസീറത്തോടെയാണ് എൻ്റെ ദഅവത്ത്. എൻ്റെ ദഅവത്ത് ബസീറത്തോടു കൂടിയാകുന്നുവെന്നാണ്. ആ ബസീറത്ത് എന്ന് പറഞ്ഞാൽ അലാ ബുർഹാനിൻ വഹുജ്ജത്തിൻ വഹുമാ അൽ ഇൽമുൻ നാഫിഉ. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ബുർഹാൻ, തെളിവ്, ഹുജ്ജത്ത്, തെളിവടിസ്ഥാനത്തിലാണ് ഞാൻ ക്ഷണിക്കുന്നത്. അഥവാ അൽ ഇൽമുൻ നാഫിഉ, നാഫിആയ അറിവ്, ഉപകാരപ്രദമായ അറിവ്. ആ അറിവ് പ്രകാരമാണ് എൻ്റെ ദഅവത്ത്. വഹിയിലൂടെയാണ്
നബി തങ്ങൾ ദഅവത്തിന്റെ മാർഗം സ്വീകരിച്ചത്. ആ വഹയ്യാകുന്ന ഖുർആനും ഹദീസുമാണ് നമ്മോട് പിൻപറ്റാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് വഹയ്യാകുന്ന അറിവിന്റെ സോഴ്സ്, അറിവിന്റെ അടിസ്ഥാന സ്രോതസ് രണ്ട് വഹയ്യാണ്. അൽ വഹ്യാനി അശ്ശരീഫാനി, ശറഫാക്കപ്പെട്ട രണ്ട് വഹയ്യുകൾ, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും. ആ രണ്ട് വഹയ്യുകളാണ് നമ്മെ സംബന്ധിച്ച അറിവിന്റെ സ്രോതസ്. മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, അതാണ് ഇൽമ്. അറിവെന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞു, റസൂല് പറഞ്ഞു, അതാണ് ഇൽമ്. അല്ലാതെ ആര് പറഞ്ഞാലും ഇൽമാവൂല. അല്ല പറഞ്ഞു, റസൂല് പറഞ്ഞു, അതാണ് അറിവ്. അതിനോട് യോജിക്കുന്ന ആ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതാണ് ഇൽമിന്റെ ഭാഗമാകുന്നത്. അല്ലാതെ ഇന്നാളെ അഭിപ്രായമുണ്ട്, മറ്റാളെ കൗലുണ്ട്, അത് ഇൽമായി സ്വീകരിക്കൂല. ആ അല്ല പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് രണ്ടും വഹ്യാണ്. അൽ വഹ്യാനി അശ്ശരീഫാനി, ശറഫാക്കപ്പെട്ട രണ്ട് വഹ്യുകൾ. അത് വഹ്യാണ് അറിവിന്റെ മർജ്, അതിൽ അസുൽ, അറിവിന്റെ സ്രോതസ് വഹ്യാണ്. അലാ ബസീറത്തിൻ, ഈ ബസീറത്ത് പ്രകാരമാണ്, ഇൽമ പ്രകാരമാണ് ഞാൻ ക്ഷണിക്കുന്നത്. അന വമനിത്തബഅനി, അന ഞാനും, വമനിത്തബഅനി എന്നെ പിൻപറ്റിയവരും എന്ന് നബിയെ താങ്കൾ പറയണം എന്ന് അല്ലാഹ് പറയുന്നു. അപ്പൊ നബിതങ്ങളുടെ ദഅവത്ത് വഹ്യു പ്രകാരം, നബിതങ്ങളെ പിൻപറ്റിയ ദഅവത്തോ ആ വഹ്യിൽ ലഭിക്കുന്ന ഇൽമ പ്രകാരം. അതാണ് അലാ ബസീറ. ഈ ഇൽമുൻ നാഫിഅ്, വഹ്യിനെ സംബന്ധിച്ചുള്ള അറിവ്, വഹ്യിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, ആ അറിവ് പ്രകാരമാണ് എൻ്റെ കൂടെ എന്നെ പിൻപറ്റിയ ആളുകളുടെയും എൻ്റെയും ദഅവത്ത് എന്ന നബിയെ താങ്കൾ പറയണം എന്ന് അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെടുന്നു. ഇമാമുസ്സുന്ന എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അന്നാസു ഇലാ തഅല്ലുമിൽ ഇൽമി അഹ്വജു മിൻഹും ഇലാ തുആമി വശ്ശറാബ്. ആളുകൾ ഇൽമ പഠിക്കുക എന്നത് ഭക്ഷണ പാനീയങ്ങളെക്കാൾ അത്യാവശ്യമായ കാര്യമാണ്. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുന്നല്ലോ, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല. നോമ്പ് നോറ്റാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിക്കുകയാണ്, ഭക്ഷണം കിട്ടാത്തതുകൊണ്ട്. ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ അതിനേക്കാൾ അത്യാവശ്യമാണ് ഇൽമ പഠിക്കുക എന്നത്. കാരണം ഇമാം അഹ്മദ് പറയുന്നു, ലിഅന്ന റജുല യഹ്താജു ഇലാ തുആമി വശ്ശറാബി ഫിൽ യൗമി മർറതൻ ഔ മർറതൈൻ. ഭക്ഷണപാനീയങ്ങൾ എന്നത് ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ കഴിച്ചാൽ തന്നെ ആവശ്യത്തിനായി. എന്നാലോ വഹാജത്തുഹു ഇലൽ ഇൽമി ബിഅദദി അംഫാസിഹി, അറിവ് എന്നത് അവൻ്റെ ശ്വാസോച്ഛ്വാസങ്ങളുടെ തോതനുസരിച്ച് ആവശ്യമായ ഒന്നാണ്. എല്ലാ സമയത്തും അറിവ് വേണം. നിസ്കരിക്കണമെങ്കിൽ അറിവ് വേണം, നോമ്പെടുക്കണമെങ്കിൽ അറിവ് വേണം, ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അറിവ് വേണം, എന്തു കാര്യവും, വെള്ളം കുടിക്കണമെങ്കിൽ അറിവ് വേണം, ബാത്റൂമിൽ പോകണമെങ്കിൽ അറിവ് വേണം, ഏതു കാര്യത്തിലും അറിവ് ആവശ്യമാണ്. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം അവന് ആവശ്യമുണ്ട് അറിവ്. ഭക്ഷണമോ അതൊന്നും ആവശ്യമില്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചാലും തൽക്കാലം ജീവിച്ചു പോകാൻ പറ്റും. 2 നേരം കഴിച്ചാലോ എമ്പാടുമായി. 3 നേരം കഴിക്കുന്ന നമ്മളൊക്കെ അപ്പം എന്തായിരുന്നാലും ആവശ്യത്തിന് അപ്പുറവുമായി. ഇമാം അഹ്മദ് പറയാണ്, ഭക്ഷണം ഒരു ദിവസം 1-2 സമയത്തെ ആവശ്യമുള്ളൂ. അറിവാകട്ടെ അവൻ്റെ ശ്വാസങ്ങളുടെ എണ്ണത്തിനത്രയും അവന് ആവശ്യമുള്ള കാര്യമാണ്. അറിവില്ലാതെ ദഅവത്ത് കഴിയില്ല, അറിവില്ലാതെ ദീൻ സ്വീകരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും പറഞ്ഞ് അവനാണ്ട് യുക്തി വെച്ച് സ്വയം ആലോചിച്ചുണ്ടാക്കി നമ്മളെ ബുദ്ധിയോട് ആലോചിച്ചിട്ടൊന്നും ദീന് കിട്ടില്ല. അത് അല്ലാഹ് വഹയി കൊടുത്ത പ്രകാരം മാത്രമേ ശരിയായ ദീന് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മുടെ നാടുകളിൽ ഫിത്നകൾ വ്യാപകമാകുന്നുവെങ്കിൽ, മതത്തിൻ്റെ പേരിൽ തെറ്റായ നയങ്ങളെമ്പാടും വരുന്നുവെങ്കിൽ ഇതൊക്കെ കാരണം ഇതാണ്. അസ്ലിയായി പഠിക്കുന്നില്ല, പഠിച്ചവരില്ല, പഠിച്ചവരിലേക്ക് മടങ്ങുന്നുമില്ല. അതാണ് പ്രശ്നം. അവനവൻ്റെ യുക്തിയും അവനവൻ്റെ കിബറും അതാണ് പലപ്പോഴും ദഅ്വാ രംഗത്തടക്കം അടിസ്ഥാനമായി പലരും സ്വീകരിക്കുന്നത്. എന്നാൽ സലഫി ദഅ്വത്ത് അങ്ങനെയല്ല. ഇനി അവിടെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി പറയുന്ന മറ്റൊരു പോയിന്റാണ് അറിവ് എന്ന് പറയുമ്പോൾ ആ അറിവ് 2 തരം അറിവാണ്. 2 തരം അറിവ്. ഒന്ന് ഫർള് ഐനായ അറിവ്, മറ്റൊന്ന് ഫർള് കിഫായയായ അറിവ്. ഫർള് ഐൻ പറഞ്ഞാൽ എല്ലാവരും നിർബന്ധമായും അറിയേണ്ടുന്ന അറിവ്, അറിയാതിരിക്കാൻ പറ്റില്ല. അത് ഉസ്താദിനറിയാം, മൗലവിക്കറിയാം എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാവർക്കും അറിഞ്ഞേ പറ്റൂ. അതാണ് ഫർള് ഐന്. ഫർളുൻ അലാ കുല്ലി അഹദിൻ, എല്ലാവർക്കും അത് ഫർളാണ്.
രണ്ടാമത് ഫർളു കിഫായത്തിൻ, സാമൂഹ്യ ബാധ്യതയാണ്. വ്യക്തികൾക്കെല്ലാം അറിയണമെന്നില്ല, എന്നാൽ സമൂഹത്തിൽ അത് അറിയുന്നവർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ രണ്ട് അറിവാണുള്ളത്. ഒന്നാമത്തെ അറിവ് ഫർളു ഐനാണ്. അതാണ് ഫവല്ലദി യഖൂലു ഫീഹി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കമാ ഫിൽ ഉസൂലി സലാസ. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ. ലോകത്ത് ലക്ഷക്കണക്കായ മനുഷ്യന്മാർ കാണാതെ പഠിച്ച കിതാബാണ്. ഇന്നും ലോകത്ത് ഉസൂലു സലാസ ഹിഫ്ളാക്കിയ 1,00,000 മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെ ജാമ്യയിലുണ്ട് 50-100 കുട്ടികൾ ഉസൂലു സലാസ എന്ന കിതാബ് ഹിഫ്ളാക്കിയ ആളുകൾ. അൽഹംദുലില്ലാഹ്. ലോകത്തെമ്പാടുമുണ്ടത്. ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലോകവ്യാപകമായി, ലോകത്ത് ഏത് രാജ്യത്തും ദീനു പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ശരിയായ ദീനു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹൃദിസ്ഥമാക്കുന്ന ഹിഫ്ളാക്കുന്ന കിതാബാണ് അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, വഇലം റഹിമക്കല്ലാഹ്. അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്? കിതാബ് ആരംഭിച്ചെങ്ങനെയാണ്? നീ അറിയണം, ഇഅ്ലം റഹിമക്കല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായില. 4 മസ്അലകൾ അറിയൽ നമുക്ക് നിർബന്ധമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കിതാബ് അദ്ദേഹം ആരംഭിച്ചത്. എല്ലാവർക്കും, പണ്ഡിതന്മാർക്ക് മാത്രമല്ല, മതവിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഒരാൾ മുഅ്മിനാകണമെങ്കിൽ, ശരിയായ വിശ്വാസിയാകണമെങ്കിൽ, ശരിയായ സലഫിയാകണമെങ്കിൽ, അല്ലാഹു റസൂലും പഠിപ്പിച്ച ദീനു പ്രകാരം അയാൾ ജീവിക്കണമെങ്കിൽ യജിബു അലൈനാ തഅല്ലുമു 4 മസായിൽ, 4 മസ്അലകൾ അറിയൽ വാജിബാണ്, നിർബന്ധമാണ്, അല്ലാതെ ശരിയാവില്ല എന്നാ. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് അൽ ഊല അൽ ഇൽമു. ഒന്നാമത്തെ കാര്യം ഇൽമാണ്, അറിവാണ്. അതേതാ അറിവ്? ഹുവ മഅരിഫത്തുല്ലാഹി വ മഅരിഫത്തു നബിയിഹി വ മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല. അതാണ് വാജിബായ ഇൽമ്. ഒന്ന് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുക. അല്ലാഹുവിനെ അറിയാൻ അല്ലാഹുണ്ട് അറിയാൻ മാത്രമല്ല, അള്ളാഹുവിനെ അനിവാര്യമായും അറിയേണ്ട ഏതെല്ലാം ഉണ്ടോ അതൊക്കെ അറിയണം. വ മഅരിഫത്തു നബിയിഹി, അവന്റെ നബിയെ അറിയുക. വ മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ അറിയുക. ബിൽ അദില്ലത്തി, ദലീലോട് കൂടി അറിയുക, തെളിവടക്കം അറിയുക. വെറുതെ ഒരു കമ്മട്ടം അറിഞ്ഞാൽ പോരാ. എന്താണോ തെളിവിലുള്ളത്, എന്താണോ ഖുർആനിലുള്ളത്, എന്താണോ ഹദീസിലുള്ളത്, അത് പ്രകാരം അറിയണം. അള്ളാഹിന്റെ നാമം, അള്ളാഹിന്റെ പേര്, ആ പേര് കിതാബിലുള്ള പേരാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ വക അള്ളാഹ്ക്ക് പേരിടാൻ പറ്റുമോ? ഇല്ല. റബ്ബിന്റെ സിഫത്ത് അത് ഉണ്ടെന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ഇല്ലെന്ന് പറയാനോ അതും തെളിവ് വേണം. അള്ളാഹ്ക്ക് ഒരു സിഫത്ത് ഇല്ല എന്ന് പറയാൻ വഹി വേണം. ഒരു സിഫത്ത് ഉണ്ട് പറയാനോ അതിനും വഹി വേണം. അപ്പൊ അള്ളാഹിനെ അറിയുക, അവന്റെ റസൂലിനെ അറിയുക, ദീൻ അറിയുക, അതാണ് യജിബു അലൈനാ, നമുക്ക് വാജിബാണ്. 4 മസ്അല അറിയൽ വാജിബാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ മസ്അല അൽ ഇൽമു, അറിവാകുന്നു. അത് ഏതാ അറിവ്? ഫർള് ഐനായ അറിവ്, അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും അറിയുക. അതാണ് ഫർള് ഐനായ അറിവ്. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് നൽകുന്നു, വഖദ് ബയ്യന ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് മാ യജിബു അലൽ മുസ്ലിമി അൻ യതഅല്ലമ. ഓരോ മുസ്ലിമും നിർബന്ധമായും അറിയേണ്ടത് ഏതാണ്, വാജിബായ ഇൽമ ഏതാണ് എന്ന് ഇമാം അഹ്മദ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ അദ്ദേഹം പറഞ്ഞു, യജിബു അൻ യത്ലുബ മിനൽ ഇൽമി മാ യഖൂമു ബിഹി ദീനു. അവന് ദീന് ശരിയാവണ്ണം നിലകൊള്ളാൻ എന്തൊക്കെ അറിയണമോ അതൊക്കെ അറിഞ്ഞുകൊള്ളണം. നമ്മുടെ ദീന് ശരിയാവാൻ എന്തൊക്കെ അറിയണമോ അതൊക്കെ അറിയണം. അപ്പൊ ഇമാം അഹ്മദ് ചോദിച്ചു, ഈ ഉദാഹരണം പറയാൻ പറ്റുമോ? ഇമാം അഹ്മദ് പറഞ്ഞ മറുപടി, അല്ലദി ലാ യസഉഹു ജഹ്ലുഹു, അറിയാതിരിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത കാര്യങ്ങൾ, അറിയാതിരിക്കാൻ പറ്റൂല, അത്തരം കാര്യങ്ങളാണ് ഫർള് ഐനായ വാജിബായ ഇൽമ്. അപ്പൊ ആ ഇൽമ എല്ലാവർക്കും കിട്ടിയേ പറ്റൂ. ഉദാഹരണം കൊടുത്തത് ഉസൂലുൽ ഈമാൻ വ ശറാഇഉൽ ഇസ്ലാം. ഉസൂലുൽ ഈമാൻ, ഈമാന്റെ അടിസ്ഥാനം 6 ഈമാൻ കാര്യങ്ങൾ, അത് അറിഞ്ഞേ പറ്റുള്ളൂ. ഇസ്ലാമിക ശരീഅത്ത് അറിഞ്ഞേ പറ്റൂ. അവന് ഒഴിവാക്കേണ്ട ഹറാമുകൾ, അവന് ഹലാലായ കാര്യങ്ങൾ, അതേപോലെ കച്ചവടങ്ങൾ, ഇടപാടുകളിൽ അവന് അസ്ലിയായി അറിയേണ്ട സംഗതികൾ, ഇതൊക്കെ അറിഞ്ഞേ പറ്റൂ. കച്ചവടത്തിന് പോവുകയാണെങ്കിൽ ആ കച്ചവടത്തിന്റെ ദീൻ അറിയണം, അല്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റൂല. ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് ദീൻ അറിയണം, അല്ലാതെ കച്ചവടം ചെയ്താൽ അറിയാതെ ഹറാമ് പോയി പെട്ടു പോകും.
പലിശ കൊടുക്കും, പലതും പ്രഖ്യാപിക്കും ലാഭം കിട്ടാൻ വേണ്ടി. നമ്മുടെ നാട്ടിലെ കാണാൻ പെരുന്നാളാകുമ്പോൾ 1 വാങ്ങിയാൽ 1 ഫ്രീ, 1000 റുപ്യക്ക് വാങ്ങിയാൽ ഒരു കൂപ്പണ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സംഗതികൾ പോലും അതൊക്കെ എല്ലാം ഹലാലായതല്ല, അതിൽ ഹറാമുകൾ വരാറുണ്ട്, ചൂഷണങ്ങൾ വരാറുണ്ട്. അപ്പം ഏതാണെങ്കിലും ഏത് ഹലാലായ വഴിക്ക് ഇറങ്ങുകയാണെങ്കിലും അതിൻ്റെ ദീന് അറിയൽ ഫർള് ഐനാണ്. ഉമർ ഖത്താബ് തന്നെ മദീനയിൽ നിയമം പാസ്സാക്കുന്നത്, മദീനത്ത് കച്ചവടം ചെയ്യണമെങ്കിൽ, ലൈസൻസ് കിട്ടണമെങ്കിൽ കച്ചവടത്തിൻ്റെ കർമ്മശാസ്ത്രം അറിഞ്ഞിരിക്കണം എന്നാണ്. ഉമർ ഖത്താബ് ഖലീഫയാകുമ്പോൾ ലൈസൻസിന് അപേക്ഷ കൊടുത്താൽ ഓനെ ഇൻ്റർവ്യൂ വിളിക്കും, ഇത് ഓനെ ചോദ്യം ചെയ്യും, കച്ചവടത്തിൻ്റെ ഓരോരോ മസാല ചോദിക്കും. അതിന് കൃത്യമായി മറുപടി പറഞ്ഞാൽ ലൈസൻസ് പാസ്സാകും. ഇല്ലെങ്കിൽ പറയും മദീനത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല, ഇവിടെ ഈ ഹറാമായ ഏർപ്പാട് മദീനത്ത് പറ്റൂല, അതുകൊണ്ട് ദീന് പഠിച്ചു വാ, എന്നിട്ട് ലൈസൻസ് തരാം. അത് ഉമർ ഖത്താബിൻ്റെ രീതി. അപ്പം ഏത് കച്ചവടം എല്ലാവർക്കും അറിയണോ? വേണ്ട. നമ്മൾ കച്ചവടക്കാരാകാൻ പോവുകയാണോ? അതറിയണം. അപ്പം ഏതിലും ആ രംഗത്ത് അറിയേണ്ട സംഗതികൾ അറിയൽ ഫർള് ഐനായ കാര്യമാണ്. നിസ്കാരം അറിയണം, നോമ്പറിയണം, അതേപോലെ അവൻ്റെ മുആമലാത്ത്, ക്രയവിക്രയങ്ങൾ, അതിലൊക്കെ കടം കൊടുക്കുകയാണ്. ഇപ്പം കടം കൊടുക്കുമ്പോൾ, കടം വാങ്ങുമ്പോൾ ഇസ്ലാമിൻ്റെ മര്യാദ എന്താ അതറിയണം. പണയം വെക്കുകയാണ്, പണയത്തെ എന്താ ഇസ്ലാം പഠിപ്പിച്ചത് അതറിയണം. വിവാഹം ചെയ്യാണ്, വിവാഹ രംഗത്ത് എന്താണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അതറിയണം. ഇങ്ങനെ അവൻ ഇടപഴകുന്ന മുആമലാത്ത്, ക്രയവിക്രയങ്ങൾ, അവിടെ അവൻ അതിൻ്റെ വശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതൊക്കെ അവന് ഫർള് ഐനായ കാര്യമാണ്. എന്നാൽ അതിനെ കൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞു, സുആലു അഹ്ലിൽ ഇൽമി മിനൽ ഇൽമി, അറിവുള്ളവരോട് ചോദിക്കുക എന്നതും അറിവാണ്. നമുക്കറിയാൻ കഴിഞ്ഞില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അറിവുള്ള ആളുകളെ ചെന്ന് കണ്ട് അവരോട് ചോദിച്ചു പഠിച്ച് അത് പ്രകാരം അമൽ ചെയ്യുക, അതും അറിവ് തന്നെയാണ് എന്നാണ്. വായിച്ചും പഠിച്ചും അറിവ് കിട്ടും, ചോദിച്ചും അറിവ് കിട്ടും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു, നിങ്ങൾ ചോദിക്കുവീൻ, അഹ്ല ദിക്ർ, ദിക്റിന്റെ ആളുകളോട് നിങ്ങൾ ചോദിക്കുക, അഥവാ അഹ്ലൽ ഇൽമി, ഇൽമിന്റെ ആളുകളോട് നിങ്ങൾ ചോദിക്കുക, ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ. അപ്പം നമ്മളൊരു ഏർപ്പാടിന് പോവുകയാണെങ്കിൽ നമുക്കതിനെപ്പറ്റൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ കച്ചവടം ആരംഭിക്കും മുമ്പ് നമുക്ക് വിശ്വാസമുള്ള പണ്ഡിതനെ ചെന്ന് കണ്ട്, ഞാൻ ഇങ്ങനെ കച്ചവടം തുടങ്ങാൻ പോവാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ്, ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് അതൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് കച്ചവടം ചെയ്താൽ അവൻ അറിവ് പ്രകാരമാണ് ചെയ്തത്. അവ സ്വയം പഠിക്കുക, അല്ലെങ്കിൽ അറിവുള്ളവർ ചോദിക്കുക, അതും വാജിബിന്റെ ഭാഗമാണ്. ഫഹാദാ ഹുവ തലബുൽ ഇൽമി അല്ലദീ ഹുവ ഫരീളത്തുൻ അലാ കുല്ലി അഹദിൻ. ഇതാണ് ഫർള് ഐനായ ഇൽമ്. അതാണ് ഒന്നാമത്തെ ഇൽമ്. ഇൽമ് രണ്ടായിട്ടുണ്ടല്ലോ. ഒന്നാമത്തെ ഇൽമ് ഫർള് ഐനായ ഇൽമ്, രണ്ടാമത്തെ ഇൽമ് ഫർള് കിഫായയായ ഇൽമാണ്. എല്ലാവരും അറിയേണ്ടതില്ല, എന്നാൽ സമൂഹത്തിൽ അതറിയണം, അതറിയുന്നവർ സമൂഹത്തിൽ ഉണ്ടാകണം. അതറിയുന്ന ഒരാളും സമൂഹത്തിലില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അതറിയുന്നവർ ഉണ്ടാകണം, പണ്ഡിതന്മാരെ ഉണ്ടാക്കിയെടുക്കണം, പണ്ഡിതന്മാരെ വളർത്തിയെടുക്കണം, അതിനുവേണ്ട സൗകര്യം ഉണ്ടാക്കണം. അത് സമൂഹത്തിൻ്റെ കടമയാണ്. ജാമിഅത്തുൽ ഹിന്ദിന് എന്തിനാ എല്ലാവരും പൈസ കൊടുക്കുന്നത്? എന്തിനാ എല്ലാവരും പൈസ കൊടുക്കുന്നത്? നമ്മളെ പരീക്ക് സാധനം വാങ്ങാൻ വേണ്ടി എല്ലാവരും പൈസ കണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ജാമ്യക്ക് സാധനം വാങ്ങാൻ എന്തിനാ എല്ലാവരും പൈസ കൊടുക്കുന്നത്? ഇതൊരു ഫർള് കിഫായയുടെ നിർവഹണമാണ്. എല്ലാവർക്കും ഇവിടെ ചേരാൻ കഴിയില്ല. കുറച്ചാളുകൾ വന്നു ചേർന്നു, അവരോട് ഇന്ന് പഠിച്ചു. അപ്പം നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ദൗത്യം ഒരു സംഘം ഏറ്റെടുത്തു എങ്കിൽ ശരി, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുക, അവർ ശാരീരികമായി സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് എന്ത് സഹായം ആവശ്യമുണ്ടോ അവിടെ നമ്മൾ ചെന്ന് സഹായിച്ചു കൊടുക്കുക. നമ്മളെല്ലാവരും കൂടെ നിർവഹിക്കേണ്ട ദൗത്യം ഒരു സംഘം ഏറ്റെടുത്ത് അവരവിടെ ഒഴിഞ്ഞിരുന്ന് അവർ പഠിക്കുന്നു. അവർക്ക് വീടില്ലാത്തതുകൊണ്ടല്ല, വീടുണ്ട്, അവർക്ക് നാട്ടിൽ പല രീതികളുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്ന് വർഷങ്ങൾ അതിനുവേണ്ടി കൂടി അവർ ദീന് പഠിക്കുമ്പോൾ ഉമ്മത്ത് മൊത്തം ചെയ്യേണ്ട ബാധ്യതയാണ് ഒരു സംഘം ആളുകൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. അതാണ് ഫർള് കിഫായ. അതുകൊണ്ടാണ് ദീനി സംരംഭങ്ങളെ നമ്മളൊക്കെ സഹായിക്കൽ ബാധ്യതയായി മാറിയത്. അത് ഫർള് കിഫായ, വഹുവ ഫർളുൽ കിഫായ മിനൽ ഇൽമി ഫഹുവ മാ ദൂന ദാലിക. നേരത്തെ പറഞ്ഞതിനേക്കാൾ താഴെയുള്ള അറിവുകൾ, നേരത്തെ പറഞ്ഞ ഉസൂലുൽ ഈമാൻ ഫർള് ഐനാണ്.
ഇബാദാത്തുകളുടെ അടിസ്ഥാനങ്ങൾ ഫർള് ഐനാണ്. ചെയ്യുന്ന ഇടപാടുകളുടെ അടിസ്ഥാന നിയമങ്ങൾ ഫർള് ഐനാണ്. അതല്ലാത്ത കാര്യങ്ങൾ അതാണ് ഫർള് കിഫായ. അത് ഓരോരുത്തരും പഠിക്കണം എന്നില്ല, പക്ഷേ അത് പഠിച്ചവർ സമൂഹത്തിൽ ഉണ്ടാകും. നിസ്കാരത്തിലും അതിനോട്ട് പോയതിൽ ഒരു സംശയം വന്നു, അത് പറഞ്ഞുതരാൻ പറ്റിയ ആളുകൾ നാട്ടിലുണ്ടാകണം. നമുക്ക് എല്ലാവർക്കും ആ മസാല അറിഞ്ഞോളണം എന്നില്ല. ഒരു വാപ്പ മരിച്ച സ്വത്തെങ്ങനെ ഓഹരി വെക്കണം, അത് നാട്ടിലെല്ലാവരും അറിയേണ്ട കാര്യമില്ല. പക്ഷേ അത് ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവണം. നാട്ടിൽ ഒരാൾക്കും അറിയില്ല, ആർക്കും ആ മസല അറിയില്ല, ഓരോരുത്തരും തോന്നിയ പോലെ ഓഹരി വെക്കുകയാണ് എങ്കിൽ സ്വത്തിന് മാത്രമല്ല പ്രശ്നം വരിക, നമ്മളെല്ലാവരും കുറ്റക്കാരായി മാറും. അപ്പൊ അത് അറിയുന്നവർ സമൂഹത്തിൽ ഉണ്ടാകണം. ഇതാണ് ഫർള് കിഫായ കാര്യം. എന്നാൽ ഇത്തരം ഇൽമുകൾ വൽ ഇസ്തിഗാലു ബിഹി അഫ്ളലു മിൻ ഇസ്തിഗാലി ബിഖുർബാത്തി നവാഫിൽ ഇബാദാത്തി അല സ്വഹീഹ്. ആ ഇൽമു പഠിക്കാൻ ഒരാൾ മുഴുകുക എന്നത് സുന്നത്തായ ഇബാദാത്തുകളിൽ മുഴുകുന്നതിനേക്കാളും അഫ്ളലാകുന്നു. ഒരാൾ കുറേ സുന്നത്ത് നിസ്കരിക്കുന്നു, ഒരാൾ ഫർള് കിഫായായ ഇൽമു പഠിക്കാൻ മാറിയിരിക്കുന്നു എങ്കിൽ ഈ ഇൽമു പഠിക്കലാണ് ആ സുന്നത്തുകളെക്കാളും ശ്രേഷ്ഠമായത്. ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠം ഫർള് കിഫായായ ഇൽമാകുന്നു. ഇമാം അഹ്മദ് പറഞ്ഞു, തഅല്ലുമുൽ ഇൽമി വതഅലീമുഹു അഫ്ളലു മിനൽ ജിഹാദി വഗൈരിഹി മിമ്മാ യുതതവ്വഉ ബിഹി. ഇൽമു പഠിക്കലും അത് പഠിപ്പിക്കലും നിർബന്ധമില്ലാത്ത ജിഹാദിനേക്കാൾ അഫ്ളലാകുന്നു. നിർബന്ധമില്ലാത്ത ജിഹാദ്, ചിലപ്പോൾ ജിഹാദ് നിർബന്ധമായിട്ട് മാറും. ഇസ്ലാമികമായും മര്യാദകൾ എൻ്റെ ഷർത്തുകളൊക്കെ ഒത്തുവരുമ്പോൾ ചിലപ്പോൾ പക്ഷേ ജിഹാദ് കിത്താല് നിർബന്ധമായി മാറും. നിർബന്ധമായ കിത്താലാണെങ്കിൽ അതിനാണ് ഒന്നാം പരിഗണന. നിർബന്ധമല്ലാത്ത ജിഹാദാണെങ്കിൽ, സുന്നത്തായ ഐച്ഛികമായ ജിഹാദാണെങ്കിൽ ആ ജിഹാദിന് പോവുകയാണോ ദീനു പഠിക്കാനിരിക്കുകയാണോ നല്ലത് ചോദിച്ചാൽ ദീനു പഠിക്കാൻ ഇരിക്കലാണ് അഫ്ളൽ എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നു. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമഹുല്ലാ പറയുന്നു, അദ്ദേഹത്തിന്റെ നാട്ടിൽ അന്നുണ്ടായ ചില അനുഭവങ്ങൾ അദ്ദേഹം പറയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാര് പോലും അഖീദയുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം അന്ന് രേഖപ്പെടുത്തുകയാണ്. നാടന്മാര് പോലും, അഹ്മത്തുന്നാസ്, സാധാരണക്കാര് പോലും അവിടെ ഉസൂലുൽ സലാസ, കശ്ഫു ശുബ്ഹാത്ത്, കിതാബ് തൗഹീദ് ഇതൊക്കെ ഹിഫ്ലാക്കിയ മനുഷ്യന്മാർ നമ്മളൊക്കെ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം സന്തോഷം പങ്കുവെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് അരീക്കോട്ടിനെ പറ്റി പറയുന്നുണ്ട്. അരീക്കോട്ടിൽ ഏത് സാധാരണക്കാർക്കും ആയത്തും ഹദീസും കൃത്യമായി അറിയാമാണ്. NB അബ്ദുസ്സലാം മൗലവി റഹിമഹുല്ലാഹ് അവിടെ കൊണ്ടുവന്നൊരു മാറ്റമായിരുന്നു അത്. ഖുർആൻ ക്ലാസ് കേരളത്തിൽ ആരംഭിച്ചത് NB അബ്ദുസ്സലാം മൗലവിയാണ്. അപ്പൊ അവിടുത്തെ എല്ലാ സാധാരണക്കാരും ആ ക്ലാസ്സിൽ പങ്കെടുക്കും. പർപ്പുസ്താദൊക്കെ പറയും, ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ വഴിയിൽ കാണുമ്പോൾ പറയും, മൗലിങ്ങൾ ഇന്ന് പറഞ്ഞ ആയത്ത് അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലല്ലോ, തഫ്സീർ ഇബ്നു കസീർ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൂടെ നോക്കുകൊണ്ടി എന്ന് സാധാരണക്കാർ പറയുന്നതാണ്. പർപ്പുസ്താദൊക്കെ പറയും, അന്ന് അരീക്കോടും മൊതായിലൊക്കെ ഖുത്ബക്ക് പോകാൻ പേടിയാണെന്നാ. കാരണം നാടന്മാര് കഴിഞ്ഞു പോകുമ്പോൾ വഴിയിൽ കാണുമ്പോൾ പറയും, മൗലി നിങ്ങൾ പറഞ്ഞ ആയത്തിന് അർത്ഥം അങ്ങനെ അല്ലട്ടോ, ഇബ്നു കസീർ ഇങ്ങനെയുള്ളത് എന്ന് സാധാരണക്കാർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. NB അബ്ദുസ്സലാം മൗലവി കൊണ്ടുവന്നൊരു മാറ്റമായിരുന്നു അവിടെ. അവിടെ ഏത് കോഴ്സ് പഠിക്കാൻ പോകുകയാണെങ്കിലും 2 കൊല്ലം അവിടെ സുന്നത്ത് സലാം അറബി കോളേജ് പഠിച്ചിട്ടേ അവർ പോകുള്ളൂ. ഡോക്ടറാകാൻ പോയാലും എഞ്ചിനീയർ ആകാൻ പോയാലൊക്കെ 2 കൊല്ലം അവിടെ വന്ന് ദീന് പഠിച്ചിട്ടാണ് പിന്നെ പോകുക. ഇന്നല്ല. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ നമ്മുടെ നാട്ടിൽ അദ്ദേഹം പറയാണ്, റിയാദിൽ, ഉനൈസയിൽ, ആ പരിസരങ്ങളിൽ അദ്ദേഹം പറയാണ്, അവിടെ സാധാരണക്കാര് പോലും അഖീദയുടെ ഗ്രന്ഥങ്ങളെ പഠിച്ചുകൊണ്ട് പഠിക്കുന്ന ഹിഫ്ലാക്കുന്ന അവസ്ഥയുണ്ട്. ഉസൂലുൽ സലാസ ഹിഫ്ലാക്കിയ സാധാരണക്കാർ അന്ന് ആ നാട്ടിലുണ്ട്. കശ്ഫു ശുബ്ഹാത്ത് മുഹമ്മദ് വഹാബ് റഹിമഹുല്ലാഹ് ശിർക്കിന് എതിരായി എഴുതിയ ഗ്രന്ഥമാണ് കശ്ഫു ശുബ്ഹാത്ത്. ശിർക്ക് ന്യായീകരിക്കാൻ, ശിർക്കല്ലെന്ന് സ്ഥാപിക്കാൻ അന്നത്തെ ചില പണ്ഡിതന്മാർ ശ്രമിച്ചപ്പോൾ അവരെ ന്യായങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് കശ്ഫു ശുബ്ഹാത്ത്. ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഹിഫ്ലാക്കുന്നുണ്ട്. വകുല്ലു ഹാദാ മിൻ ആസാരി ദഅവത്തുൽ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വമിൻ ബറകാതിഹാ. മുഹമ്മദ് വഹാബ് റഹിമഹുല്ലയുടെ ദഅവത്തിന്റെ ശേഷിപ്പാണിതൊക്കെ, ആ ദഅവത്തിന്റെ ബറക്കത്തിന്റെ ഭാഗമാണിതൊക്കെ എന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയാണ്, സഊദ് ബിൻ അബ്ദുൽ അസീസും ഇമാം ഫൈസൽ ബിൻ തുർക്കിയും ഒക്കെ അവർ അവിടെ പ്രത്യേകമായി അന്ന്
നടപ്പാക്കിയ കാര്യമാണ്. എല്ലാ പള്ളികളിലും ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുക എന്ന് അവർ അന്ന് പ്രത്യേകം നടപ്പാക്കുന്നതാണ്. അപ്പൊ ഏത് പള്ളിക്ക് നിസ്കരിക്കാൻ വന്നാലും നിസ്കാരം കഴിയുമ്പോൾ ഒരു സൂറത്തുൽ സലാസ ഒരു 10 വായിച്ചു കൊടുക്കും. ഇവിടെ കിതാബ് തൗഹീദ് അവിടെ പഠിപ്പിക്കും. അങ്ങനെ നാടന്മാരൊക്കെയും അഖീദ കൃത്യമായി പഠിച്ചവരായി മാറി. ഇന്നുള്ള പ്രായമായ ആളുകളെ പോലും അഖീദയുടെ ഗ്രന്ഥങ്ങളെ ഹിഫ്ളാക്കിയവർ നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹം അന്ന് പറയാണ്. അദ്ദേഹം പറയാ, ഇതാണ് വഹാദാ ഹുവ സിർറുൽ വഹീദ് ഫീ ബഖാഇ ഹാദിഹിൽ ബിലാദി നഖിയതൻ മിൻ അദ്റാനിൽ ബിദ്അഇ. ഈ നാട്ടിൽ ബിദ്അത്തുകൾ വന്നു ചേരാതെ തൗഹീദിൽ സുന്നത്തിൽ ആ നാട് നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം സാധാരണക്കാരെ പോലും ശരിയായ അഖീദ പഠിപ്പിച്ചുവെന്നാണ്. ശേഷം അദ്ദേഹം പറയാണ്, എവിടെയും അങ്ങനെയാണ്. സാധാരണക്കാർക്ക് അഖീദ അറിയില്ലെങ്കിൽ ബിദ്അത്തുകൾ അവിടെ കയറി വരുന്നതാണ്. പണ്ഡിതന്മാർ മാത്രം പഠിച്ചാൽ പോരാ, സാധാരണക്കാരെയും പഠിപ്പിക്കാൻ ശ്രമിക്കുക. സലഫി അഖീദയുടെ സലഫി ദഅവത്തിന്റെ അടിസ്ഥാനം അതാണ്. ഏത് സാധാരണക്കാരും ദീന് പഠിപ്പിക്കുക, അഖീദ പഠിപ്പിക്കുക, അസ്ല് പഠിപ്പിച്ചു കൊടുക്കുക. ആ അസ്ല് പഠിച്ചില്ലെങ്കിൽ അറിയാതെ ബിദ്അത്തുകൾ കയറി വരും. പഠിച്ചാലോ അതൊരു കോട്ടയാണ്, സുരക്ഷയാണ്. വലാകിന്നൽ ഇൽമ ഹിസ്നുൻ ഹസീനുൻ വദിർഉൻ മതീനുൻ മൻ തഹസ്സന ഫീഹി വഖിയ ശർറൻ കസീറ. ഇൽമ ഉണ്ടെങ്കിൽ അതൊരു കോട്ടയാണ്, അതൊരു സുരക്ഷാ കവചമാണ്. അതിനുള്ളിൽ അവൻ സുരക്ഷിതമായ ശരിയായ അഖീദ പ്രകാരം ജീവിക്കാം. അല്ലെങ്കിൽ അവനിലേക്ക് ശിർക്കുകൾ ബിദ്അത്തുകൾ എല്ലാം കയറി വരും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇൽമ് അതാണ് സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ അസ്ലായി പഠിപ്പിച്ചത്. ഇനി ഏതൊക്കെ കിതാബ് പഠിക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് അത് നാടിനും കാലഘട്ടത്തിനും വ്യത്യാസം വരുന്നതാണ്. ഒരു നാട്ടിൽ പഠിക്കുന്ന കിതാബ് ആവണമെന്നില്ല മറ്റൊരു നാട്ടിൽ പഠിക്കുന്നത്. ഒരു നാട്ടിലുള്ള ഒരു സാഹചര്യത്തിലെ തത്വങ്ങളാവണമെന്നില്ല മറ്റൊരു സാഹചര്യത്തിൽ പഠിക്കേണ്ടി വരിക. എന്ത് ഫിത്നയാണോ നാട്ടിലുള്ളത് ആ ഫിത്ന ഇല്ലാതാക്കുന്ന അറിവായിരിക്കും കൊടുക്കേണ്ടി വരിക. ഹദീസ് നിഷേധം വ്യാപകമായി വരുമ്പോൾ ഹദീസിന്റെ പ്രാമാണികത പഠിപ്പിക്കേണ്ടി വരും. നിരീശ്വരവാദം വ്യാപകമായി വരുമ്പോൾ അതിൻ്റെ മറുവശം സമൂഹത്തെ പഠിപ്പിക്കേണ്ടി വരും. സ്വതന്ത്രവാദങ്ങൾ ലിബറലിസം വ്യാപകമായി വരുമ്പോൾ അതിൻ്റെ അപകടത്തെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടി വരും. അത് സാഹചര്യം മാറുമ്പോൾ നാടുകൾ മാറുമ്പോൾ ഒക്കെ പഠിപ്പിക്കേണ്ട തത്വങ്ങൾ സ്വാഭാവികമായും വ്യത്യാസം വരും. ഒരു കിതാബ് എല്ലാവരും ദർശനത്തിൽ പോകുക എന്നുള്ള ഐക്കോളൊന്നുമില്ല. എന്നാൽ അടിസ്ഥാന പാഠങ്ങളോ അടിസ്ഥാന അഖീദകളോ അത് എല്ലാ കാലത്തും ഉണ്ടാവേണ്ടതുമുണ്ട്. അപ്പൊ സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ അസ്ല് അൽ ഇഹ്തിമാമു വൽ ഇനായത്തു ബിതലബിൽ ഇൽമി ശർഈ. ശർഈയായ ഇൽമ പഠിക്കാൻ അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. അല്ലാത്തവർക്ക് ആ ശ്രദ്ധ ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് ദീന് പഠിച്ചോളണം എന്നില്ല, അത് പഠിപ്പിക്കണം എന്നില്ല. അവരല്ലാതെയും അങ്ങനെ ദഅവത്തുമായി ഇറങ്ങും. എന്നാൽ സലഫികൾ അങ്ങനെയല്ല. സലഫികൾ ദീന് പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, അത് പഠിക്കാൻ സംവിധാനം ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ ഊന്നേണ്ട ഒന്നാമത്തെ പോയിന്റ്. നമ്മളൊക്കെ പഠിക്കണം, നമ്മളെല്ലാവരും പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഒരു ജാമ്യം വന്ന് ചേർക്കുക എന്നുള്ളത് മാത്രമല്ല, ദീനു പഠിക്കാൻ സംവിധാനങ്ങൾ എല്ലാ പ്രദേശത്തും. മദ്രസകൾ അതിൻ്റെ ഭാഗമാണ്, പീസ് റേഡിയോ അതിൻ്റെ ഭാഗമാണ്, ദർസുകൾ അതിൻ്റെ ഭാഗമാണ്, തഹ്ഫീദ് അതിൻ്റെ ഭാഗമാണ്, ദീനു പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. കേവലം തഹ്ഫീദ് അല്ല. കേവലം തഹ്ഫീദ് അസലില്ലാത്തവനും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഏത് ഖുറാഫാത്തും ഏത് ശിർക്കുള്ളവാനും തഹ്ഫീദിന് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് അഖീദ മാറ്റേണ്ടി വരില്ല. ഖുർആൻ ഇഫ്ലാക്കിയതിന് മാത്രം അഖീദ മാറ്റേണ്ടി വരില്ല. ഏത് ശിർക്കിലേക്ക് പോകുന്നവനും ഖുർആൻ ഇഫ്ലാക്കും. അതിനെ കൂടെ ഖുർആന്റെ ആശയം പഠിപ്പിക്കുക, അത് അല്ലത്തോ ചെയ്യാൻ കഴിയില്ല. ശരിയായ അഖീദ പഠിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് മുൻഗാമികളായി കൈമാറി വന്ന സ്വഹാബത്ത് സ്വീകരിച്ച, താബിഈങ്ങൾ സ്വീകരിച്ച, തബഉ താബികൾ സ്വീകരിച്ച, അഹ്ലുസുന്ന ഇമാമിങ്ങൾ പഠിപ്പിച്ച ശരിയായ അഖീദ. ആ അഖീദ അങ്ങനെ തന്നെ പഠിപ്പിക്കാൻ സലഫി അഖീദ സ്വീകരിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ഒരു അസ്ല് നമ്മൾ ഊന്നേണ്ട അസ്ലാണ്. ദീനു പഠിക്കണം, ഇൽമ് പഠിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഫിത്ന വ്യാപകമായി വരികയാണ്. ലോകാടിസ്ഥാനത്തിൽ ഫിത്നകൾ കൂടുന്നു. നബി ഞങ്ങൾ പറഞ്ഞു, ഖിയാമത്തിലേക്ക് അടുക്കുന്തോറും ഫിത്ന വ്യാപകമായി വരും. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം അവിശ്വാസിയായി മാറും. വൈകുന്നേരം മുഅ്മിനായിട്ടുള്ള ആള് നേരം വെളുക്കുമ്പോഴേക്ക് ഇസ്ലാമെന്ന് പോയി
അയാമൻ എക്സ് മുസ്ലിം എന്നും പറഞ്ഞ് പിടുത്തം വിട്ടു പോയിട്ടുണ്ടാവും. തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ദീനവൻ കച്ചവടം ചെയ്യുന്നതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, തനിക്ക് വേണ്ടി പോലുമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പോലും തൻ്റെ ദീന് കച്ചവടം ചെയ്യുന്ന ആളുകൾ. അബൂ ഹാസിം റഹിമഹുല്ലാ പ്രഗത്ഭനായ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് അന്നത്തെ ഭരണാധികാരി ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഇമാം ദാരിമി സുനൻ ദാരിമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കാണാം, മൻ അഖ്സറുൻ നാസി യാ അബാ ഹാസിം, അബൂ ഹാസിം ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ്? അന്നത്തെ രാജാവ് അന്നത്തെ പണ്ഡിതനായ അബൂ ഹാസിമിനോട് ചോദിച്ച ചോദ്യമാണ് ഹജ്ജിന്റെ വേളയിൽ. ആരാണ് അബൂ ഹാസിം ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ആള്? അബൂ ഹാസിമിന്റെ മറുപടി മൻ ബാഅ ആഖിറതഹു ലിദുനിയാ ഗൈരിഹി എന്നാണ്. മറ്റൊരാളുടെ ദുന്യാവിന് വേണ്ടി സ്വന്തം ആഖിറത്തിനെ കച്ചവടം ചെയ്തവൻ, മറ്റൊരുത്തന്റെ ദുന്യാവിന് വേണ്ടി തൻ്റെ പരലോകം വിറ്റവൻ. ഓന് നേതാവാകാൻ, ഓനെ പ്രസിഡന്റ് ആക്കാൻ, ഓനെ സെക്രട്ടറി ആക്കാൻ, ഓന് പൈസ ഉണ്ടാക്കാൻ, ഓൻ വലിയ നേതാവാക്കാൻ വേണ്ടി നമ്മുടെ ദീന് വിൽക്കുക, ഇതാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ് അബൂ ഹാസിം റഹിമഹുല്ലാ അന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഫിത്നകൾ വ്യാപകമായി വരുന്ന കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടെ ദീനിലേക്ക്, ഇൽമിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഉസൂൽ സലാസ പോലെ, ഖവായിദുൽ അർബഅ പോലെ, കശ്ഫു ശുബ്ഹാത്ത് പോലെ, നവാഖിദുൽ ഇസ്ലാം പോലെ, കിതാബ് തൗഹീദ് പോലെ, അഖീദത്തുൽ വാസിത്തിയ്യ പോലെ, അഖീദ ത്വഹാവിയ്യ പോലെ ഒക്കെയുള്ള ഗ്രന്ഥങ്ങളെ പഠിക്കാൻ ഏതു സാധാരണക്കാരും ശ്രദ്ധിക്കണം. അതിൽ ശരിയായ അഖീദയുണ്ട്. നമ്മളൊക്കെ നാടന്മാരാണ്, നമുക്കത് മനസ്സിലാവില്ല എന്നല്ല. അതൊക്കെ പരിഭാഷകളുണ്ട്, മലയാളത്തിൽ വായിച്ചാൽ മതി. അറബി കിതാബിനെ വായിച്ചോളുന്നില്ല, അതിനൊക്കെ പരിഭാഷ ലഭ്യമാണ്. ആ പരിഭാഷകൾ വായിക്കാം. അതിൽ ദർസുകൾ ലഭ്യമാണ്, ക്ലാസ്സുകൾ ലഭ്യമാണ്. യൂട്യൂബിൽ കയറിയ ഏത് ഭാഷയിലും ഇതിലൊക്കെ ക്ലാസ് കിട്ടും. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, അറബിയിലുണ്ട്. ഏത് ഭാഷയിലും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ദർസുകൾ നമുക്ക് ലഭ്യമാണ്. നമുക്ക് വിശ്വസിക്കാവുന്ന അഖീദയിൽ ശരിയാണ് ഉറപ്പുള്ള ഉസ്താദന്മാരുടെ, പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ അഖീദ നമ്മൾ ആദ്യം ഉറപ്പിക്കുക. എന്നിട്ടാണ് ദഅവത്തുമായി ഇറങ്ങേണ്ടത്. അല്ലാതെ ഒന്നും പഠിക്കാതെ നമ്മൾ ദഅവത്തോടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോണത് നമ്മൾ അറിയുകയില്ല. അതുകൊണ്ട് 10 അസ്ലുകളിൽ ഒന്നാമത്തെ അസ്ല് അൽ ഇഹ്തിമാമു വൽ ഇനായത്തു ബിത്വലബിൽ ഇൽമി ശർഈ. ശർഈയായ ഇൽമ പഠിക്കാനുള്ള അങ്ങേയറ്റത്തെ ശ്രദ്ധ, അതിൽ കൊടുക്കുന്ന അങ്ങനത്തെ പ്രാധാന്യം, അതാണ് സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ അസ്ൽ. ബാക്കി 9 അസ്ൽ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇതേപോലെ ക്ലാസ് നമുക്ക് എടുക്കാം. ആമുഖം പറഞ്ഞുകൊണ്ടാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് 2 അസ്ൽ എടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസങ്ങൾ 2-3 അസ്ലൊക്കെ എടുത്ത് വിശദീകരണം കുറച്ചാലും ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഈ 10 അസ്ലുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അതുപ്രകാരം നമ്മുടെ അഖീദയെ, നമ്മുടെ ഈമാനെ, നമ്മുടെ ദഅവത്തിനെ എവിടെയെങ്കിലും നമുക്ക് വല്ല മാറ്റം ആവശ്യമുണ്ടെങ്കിൽ ആ മാറ്റത്തിന് വിധേയമായി തയ്യാറായിക്കൊണ്ട് തന്നെ പരലോകത്ത് രക്ഷപ്പെടുന്ന ശരിയായ സലഫികളിൽ, ശരിയായ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.